ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്പൈഡർ ഗെയിമിങ്. അപ്പോൾ നമ്മൾ GTA San Andreasൻ്റെ സെക്കൻഡ് മിഷനാണ് ചെയ്യാൻ പോകുന്നത്. എന്താണെന്ന് നമുക്ക് പുറത്തൊന്ന് പോയി നോക്കാം. നമുക്ക് മാപ്പിൽ അവിടെ മിനി മാപ്പിൽ 6 ഐക്കൺ കാണിക്കുന്നുണ്ട്. ഒരു കോള് വരുന്നുണ്ട്. ഓക്കെ, ഈ കോളിൽ എന്തൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ അനിയനാണ് വിളിച്ചത്. അവൻ്റെ വീട് ഇതാണ്. നമ്മുടെ ഈ GTA San Andreasത്തെ ക്യാരക്ടറുടെ അനിയനാണ്. എന്തൊക്കെയോ നമ്മളോട് പറയുന്നുണ്ട്. ഓക്കെ, നോക്കിയാലും സെക്കൻഡ് മിഷൻ ഇവിടെയാണ് നടക്കുന്നത്. ഓക്കെ, ഇത് നമ്മളങ്ങോട്ട് പോയിട്ടുണ്ട്. അവനൊന്ന് കഴിച്ചോണ്ടിരിക്കാൻ തോന്നുന്നുണ്ട്. എന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെ കെട്ടിയൊക്കെ പിടിക്കുന്നുണ്ട്. എന്തൊക്കെയോ പറയുന്നുണ്ട്. ബ്യൂട്ടിഫുൾ. ഗണ്ണൊക്കെ എടുത്ത് പോക്കറ്റ് വെക്കുന്ന എന്തോ ഒരു സീനുണ്ടല്ലോ. അതെല്ലാം നമുക്ക് പോയി നോക്കാം. ഓക്കെ, അവൻ്റെ കാറിൽ നമ്മളോട് കയറാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നൈസായിട്ട് ആ കാറിൽ അങ്ങോട്ട് കയറിയിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ തന്നെ എടുക്കട്ടെ മച്ചാമാരെ. അങ്ങനെ റേഡിയോ ഒക്കെ ഒന്ന് ഓഫാക്കിട്ടെ. ഇത് നമ്മളിത് കത്തിച്ച് വിടുകയാണ് ഏതോ ഒരു കടയിലേക്ക്. അവനെന്തോ ഒരു സ്റ്റോറാണ്, എന്തോ കടയാണെന്ന് ഉറപ്പാണ്. കഴിഞ്ഞ മിഷനിൽ അവന്മാർ പറഞ്ഞിരുന്നല്ലോ നമ്മളോട് എന്തോ ഈ നമ്മളോട് പിന്നെ എങ്ങോട്ട് കൊണ്ടുപോകാനുണ്ട്. ഡ്രസ്സൊക്കെ വാങ്ങണം, അതുപോലെ ഹെയർ കട്ട് ചേഞ്ച് ചെയ്യണം ഒക്കെ പറഞ്ഞിരുന്നല്ലോ. ഒറ്റ മിനിറ്റ്, വേറെ വെപ്പൺസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് നേരെ പോകാം. അവിടെയാണ് ആ ചോപ്പ് ബ്ലിപ്പ് കാണിക്കുന്നത്. ഞാൻ നേരെ അവിടെ പോയിട്ടൊന്ന് നിർത്തി നോക്കാം. ഓക്കെ, നമുക്ക് നിങ്ങളുടെ വണ്ടി ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. ഇതെന്തോ ഹെയർ ഫേഷ്യൽ സ്റ്റുഡിയോ. ഇവിടെ നിന്ന് ആയിരിക്കും ചിലപ്പോൾ മുടി വെട്ടാണ്ട്. ഓക്കെ, ഇത് നൈസായിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും കുറച്ച് കാണാനൊക്കെ കുറച്ച് ഭംഗിയുള്ളൊരു ഇത് നോക്കാം. ഇതത്ര കുഴപ്പമില്ല. എനിക്കതിൽ ഇവിടുത്തെ ഹെയർ കട്ടൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല. നമുക്ക് പിന്നെ ഇവിടുന്ന് വേറെ കടയിൽ നിന്നൊക്കെ വേണമെങ്കിൽ ഹെയർ കട്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാം. നല്ല ഹെയർ കട്ടൊന്നും ഇടില്ല. പക്ഷേ ഒന്ന് ഹെയർ കട്ട് ചെയ്യാതെ പോകാനും പറ്റില്ല. നമുക്ക് സീസർ സ്റ്റാഷൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ഭംഗിയില്ലാത്തൊരു സംഭവമായി പോയി. ആഫ്രോ നോക്കട്ടെ. സീസർ ആൻഡ് ബേർഡ്. ഫ്ലാറ്റ് ടോപ്പ് നോക്കാം. അതെന്നിപ്പോൾ കുറച്ച് നല്ലതായിട്ട് ഞാൻ കാണുന്നുള്ളൂ. ഓക്കെ, 500 രൂപയില്ല. ജെഹറിക്കാൾ അത്ര ഭംഗിയുള്ളൊരു ഹെയർ കട്ടല്ല ഇതൊന്നും. ഹൈഫൈഡ് ഇതിരിക്കട്ടെ. ഏതായാലും തൽക്കാലമായിട്ട് ഇതെടുക്കാം. നമുക്ക് പിന്നീട് മാറ്റാം. നമുക്കിത് നൈസായിട്ട് ഇത് നമ്മളവിടെ നിന്ന് ഇറങ്ങിയേക്കാണ്. അവനിപ്പോൾ ആ ഊത്ത് നിർത്തിയിട്ടില്ല. എടാ, നിൻ്റെ ലങ്സ് അടിച്ച് പോടാ ഇമ്മാര് ഇതൊക്കെ ചെയ്താലേ. നമ്മോട് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പറയുന്നുണ്ട്.
I want to get us something to eat. I'm gonna finish this. Then I'm gonna take care of business. ഓക്കെ, ഈ കട്സിനൊന്നും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഏതായാലും നമ്മളോട് അങ്ങോട്ട് ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ പറഞ്ഞല്ലേ, പറഞ്ഞാൽ പിന്നെ അത് നമ്മൾ ചെയ്യാതിരിക്കാൻ പാടില്ല. അതാണ് മിഷൻ. പക്ഷെ നമ്മൾ ഓവർ കഴിക്കണ്ട, നമുക്ക് ജിമ്മനാവാം. നമ്മളോട് എന്തൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. പസ്റ്റർ മതി, ഒരു പസ്റ്റർ അങ്ങനെ ധാരാളം. എന്നിട്ട് നമ്മളത് അവിടെ കഴിച്ചുകൊണ്ടിരിപ്പുണ്ട്. നമ്മുടെ കൂടെ വന്നവൻ എൻ്റെ മോനെ കയ്യിൽ ഗണ്ണും വെച്ചിട്ട് വരുന്നത്. എൻ്റെ മോൻ അവൻ ഇവിടുത്തെ കൊള്ള നടത്താൻ വേണ്ടത്. എൻ്റെ അമ്മ, അവരിത് ഷോർട്ട് ഗൺ വെച്ചാ വന്നേക്കുന്നത്. ഇവനാണ് ജസ്റ്റ് പിസ്റ്റൾ. എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്, അവൻ ഏതായാലും കഷ്ടപ്പെട്ട് ഷോർട്ട് ഗണ്ണായിട്ട് വന്നല്ലേ, അപ്പോൾ അവനായിട്ട് നമുക്ക് പൂശാം. കാറിൻ്റെ അടിയിലിട്ടുണ്ട്. ഒന്ന് കൊള്ളുന്നില്ലല്ലേ, അതെ. അപ്പോൾ ഇതുവരെ ഗണ്ണില്ലാത്ത എനിക്കൊരു ഗണ്ണ് കിട്ടി. ഓക്കെ ഗസ്റ്റ്, നമ്മളോട് ഇനി തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നൈസായിട്ട് നമുക്ക് വീട്ടിലേക്ക് കണ്ട് പോവാം. ഈ റൈഡറിൻ്റെ കയ്യിലുള്ള വണ്ടി പറഞ്ഞാൽ തീരെ കൺട്രോളുള്ളതൊരു വണ്ടിയാണ്. പെട്ടെന്നൊന്നും നമ്മൾ ആവശ്യത്തിന് ഉപകരിക്കില്ലെന്ന് പറഞ്ഞില്ലേ, ആ സംഭവമാണിത്. നോക്കിയത് ഇവിടെയാണ് അവൻ്റെ വീടെന്ന് പറയുന്നത്. ചപ്പ് ബ്ലിപ്പ് ഉണ്ടില്ല, അവിടെ നമുക്ക് ഇവനെ കൊണ്ട് വിടണം. ഓക്കെ, ഇതിവിടെ പോയി നിർത്തിയിട്ടുണ്ട്. രണ്ടുപേരും ഇത് കാർന്നിറങ്ങി. എന്താ ഗ്രാഫിറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. ഗ്രാഫിറ്റി എന്ന് പറഞ്ഞാൽ ഇല്ലീഗലായിട്ടുള്ള ആ ഒരു പെയിൻറ്റിങ്ങിൻ്റെ സംഭവമല്ലേ. അപ്പോൾ നമുക്ക് ഏതായാലും പോയി സേവ് ചെയ്യാം. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ, ചെറിയൊരു മിഷനാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനെല്ലാം വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ ഫ്രോം സ്പൈഡർ.